ശരത്തേട്ടൻ പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ അതിൽ പഴുത്ത മത്തം കണ്ടു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കറി വെച്ച് ഞാൻ എന്തായാലും കൂട്ടില്ല, ശരത്തേട്ടനും കൂട്ടില്ല. പിന്നെ ഏക പോംവഴി പായസാക്കാം. അപ്പം മത്തൻ പായസം വെച്ചാലോ വിചാരിച്ചു. മത്തൻ പായസത്തിൽ മത്തൻ പിടിപ്പായസം വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ആദ്യം മത്തൻ എന്ത് ചെയ്തു, കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്തു. 2 വിസിലിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല വെന്ത് വരണമായിരുന്നു. പിന്നെ 2 കഷ്ണം വെല്ലം എന്താക്കി ഉരുക്കാൻ വെച്ചു. വെല്ലം ഉരുകി വെന്ന് മത്തൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിടി എളുപ്പമാണ്. കയ്യിൽ ഇങ്ങനെ നീളത്തിൽ ഒരു പരത്ത്, അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി എടുത്തു വെക്കുക. ഇതാണ് പിടി. മത്തൻ വെന്തു ഞാൻ നോൺ സ്റ്റിക് പാത്രത്തിലാക്കി ആക്കിയ ശേഷം നല്ല ഉടച്ചു. നമ്മുടെ ഈ ഉടയ്ക്കുന്ന സാധനത്തിന് എന്താ എനിക്ക് പറയാന്നറിയില്ല, മന്ത് എന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ലോണം ഉടച്ചു. ഉടച്ചതിന് ശേഷം 1/4 കപ്പ് അരിപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്തു. അതിനുശേഷം നല്ല ഇളക്കി ഇതെന്താക്കി വേവിച്ചെടുക്കണം. ഈ അരിപ്പൊടി, കാരണം മത്തൻ ഓൾറെഡി വെന്തതാണ്, അരിപ്പൊടി നല്ലോണം വേവിച്ചെടുക്കണം. ഇങ്ങനെ നല്ല വെന്ത് കുറുകിയോ എന്നുള്ളത് നമ്മൾ വെന്തു എന്ന് നമ്മൾ ഉറപ്പാക്കണം. കാര്യം അരിയാണ്, അരിപ്പൊടിയാണ്, പെട്ടെന്ന് കട്ടിയാവും. നല്ല വെന്ത് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന 2 അച്ച് വെള്ളമിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. രണ്ടും വേറിട്ടാ നിൽക്കുക, പക്ഷെ ഇത് നമ്മുടെ ടാസ്ക്കാണ് രണ്ടും കൂടെ ഒരുമിച്ചാക്കി എടുക്കുക എന്നുള്ളത്. നല്ലോണം മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പിടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ 1/4 കപ്പ് അരിപ്പൊടിയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നല്ലോണം വാട്ടിക്കൊടുക്കുക. നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കും ഒക്കെ കഴിയുന്ന സെയിം സംഭവം. അത് പിടി എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കുക. പിന്നെയുള്ള ടാസ്ക് പിടി വേവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കൂല. നമ്മൾ അരിപ്പൊടി കലക്കിയ വെള്ളത്തിനനുസരിച്ചാണ് നമുക്കിത് കിട്ടുള്ളൂ. ഇതിന് നല്ലോണം വെന്തെന്ന് ഉറപ്പാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചൊക്കെ നോക്കാം. പിടി എടുത്ത് വേവണം, കാരണം കുറച്ച് വലുപ്പമുണ്ടല്ലോ പിടി. ഈ മത്തന്റെയും വെള്ളത്തിന്റെയും ടേസ്റ്റ് കിടന്ന് പിടി വേവണം. പിടി വെന്തു എന്ന് നല്ലോണം ഉറപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ, ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് തേങ്ങ ചേർത്തതിന് ശേഷം ഏലക്കാപ്പൊടി തൂവി ഇറക്കാം. തേങ്ങ അവരവരുടെ ഇഷ്ടത്തിനാണ്, വെല്ലം അവരവരുടെ ഇഷ്ടത്തിനാണ്. അവസാനം ഒരു നുള്ളു ഉപ്പും ഏലക്കാപ്പൊടിയും തൂവി നല്ലോണം ഇളക്കിയിട്ട് ഇറക്കി വെക്കുക. തണുത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഇത് പായസം പോലെ ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുമൊന്നുമില്ല, ഒരു കോപ്പയിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റിൽ തരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കും, പക്ഷെ അത് എന്താണ് വൻപയർ ഇട്ടിട്ടാണ്. അമ്മ ഉണ്ടാക്കുന്നത് വൻപയർ ചേർത്താണ്. എനിക്ക് വൻപയർ ഇട്ടുള്ള സാധനം ഇഷ്ടമല്ല. ഇതിന് മത്തൻ വിരകിയത് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.